إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെ നിങ്ങളെ ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏത് പ്രവർത്തനമാകട്ടെ, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, ഉപകാരമുള്ള കാര്യമാകട്ടെ ഉപദ്രവകരമായ കാര്യങ്ങളാകട്ടെ, അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ തുടക്കം, അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഖൽബുകളിൽ നിന്ന്. നമ്മുടെ ഖൽബുകളിൽ ഉണ്ടാകുന്ന ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളുമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബുകൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേലുള്ള സ്വാധീനം അത് വളരെ ഗൗരവമുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. അലാ ഇന്ന ഫിൽ ജസദി മുദ്അൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുകയാണ്, മനുഷ്യരെ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുദ്അത്തുണ്ട്, ഒരു മാംസകഷ്ണം. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ മാംസകഷ്ണത്തിന് വല്ല കേടുപാടും സംഭവിച്ചാലോ, അത് ചീത്തയായാലോ ശരീരം മുഴുവൻ നാശമാകും.
ചീത്തയാണ്. ഏതാണ് ആ മാംസകഷ്ണം? റസൂൽ പറഞ്ഞു അലാ വഹിയൽ ഖൽബ്, അതാണ് കൽബ്. കൽബ് നന്നായാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാണ്. കൽബിന് വല്ല തകരാറ് സംഭവിച്ചു കഴിഞ്ഞാലോ ആ തകരാറ് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൽബിൽ, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേൽ നല്ലൊരു സ്വാധീനം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. എന്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ആദ്യം അതിന്റെ തുടക്കം കൽബാകും. കൽബ് തരുന്ന പ്രേരണകൾക്കനുസരിച്ചാണ് നാം പ്രവർത്തിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിലെ ചിന്തകൾ 4 കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങണം. 4 കാര്യങ്ങളായിരിക്കണം അവരുടെ കൽബിൽ എപ്പോഴും ചിന്തയായി വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നന്നാക്കാൻ സാധിക്കും. ഒന്നാമത്തത്, അവൻ ജീവിക്കുന്ന ദുനിയാവിലെ ജീവിതം എല്ലാം നന്മയുള്ള ജീവിതമാക്കി മാറ്റുവാൻ അവൻ ശ്രമിക്കും. അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഖൈറാവണം എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത്, അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണോ അത് തടയാനുള്ള പ്രവർത്തനങ്ങൾ അവൻ മനസ്സിൽ ഉദ്ദേശിക്കും. എന്തൊക്കെയാണോ ദോഷങ്ങളായി കടന്നു വരാനുള്ളത് അതിനൊക്കെ തടയാനുള്ള പരിശ്രമങ്ങൾ അവൻ നടത്തും. മൂന്നാമതായി, പരലോകത്ത് നന്മകൾ നേടിയെടുക്കുവാൻ എന്തൊക്കെ വഴികളുണ്ടോ അതിനെ കുറിച്ചായിരിക്കണം അവരുടെ ചിന്ത മുഴുവൻ. പരലോകത്ത് എന്തൊക്കെ ഖൈറാത്തുകൾ ഈ ചുരുങ്ങിയ കാല ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നായിക്കൊണ്ട് ഹൃദയത്തിന്റെ എല്ലാ ചിന്തകളും ഉണ്ടായിരിക്കും. നാലാമത്തത്, പരലോക ജീവിതത്തിൽ നഷ്ടമായി വരുന്ന എന്തൊക്കെ പ്രവർത്തനമുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യും. ഈ 4 കാര്യങ്ങളായിരിക്കണം നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതം സൗഭാഗ്യമുള്ള ജീവിതമായി മാറും. അതല്ലാത്ത ചിന്തകൾ ഉണ്ടാകുന്നതെന്താ? അത് പിശാചിന്റെ വസ്വാസുകൾ, പിശാച് ഇട്ട് തരുന്ന ദുർബോധനങ്ങളും ദുഷ്പ്രേരണകളുമാണ് ഈ പറയുന്ന 4 അല്ലാത്ത എല്ലാ ചിന്തകളും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാവുക, കളവുകൾ ഉണ്ടാവുക, തിന്മകൾ ഉണ്ടാവുക. ഇതെല്ലാം പിശാച് ഇട്ട് തരുന്ന വസ്വാസും ശുബ്ഹാത്തുകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബുകൾ നല്ല ചിന്തകളായി മാറുവാൻ വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകത്തെ സൃഷ്ടിച്ച് നമുക്ക് കൽബുകൾ നിശ്ചയിച്ചു തന്ന അല്ലാഹ് തന്നെ അവന്റെ കലാമിൽ സൂറത്തിലെ 29-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത്, നിങ്ങളുടെ കൽബുകൾക്ക് നല്ല ചിന്തകൾ വരണോ ഇതുമായി നിങ്ങൾ നന്നായി ബന്ധപ്പെടണം. ഏതുമാണ്? അല്ലാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു വലിയതദക്കറു ഉലുൽ അൽബാബ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു വേദഗ്രന്ഥമാണ് നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കേവലം വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് അതിന്റെ ലഫ്ള് വായനയല്ല അല്ലാഹു പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ മുബാറക് എന്ന് പറഞ്ഞാൽ കസീറുൽ ബറകാത്ത്, കസീറുൻ നിഅം എന്നാണ്. എണ്ണിയാൽ ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയണോ
അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള അവന്റെ കലാമിനെ തദബ്ബുർ ചെയ്യണം. കേവലം അക്ഷര വായനയല്ല തദബ്ബുർ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചില സൂറത്തുകളുടെ തുടക്കം നോക്കിയാൽ സാധിക്കും. ചില സൂറത്തുകൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? അക്ഷരങ്ങൾ കൊണ്ടാണ്. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് പറയുക മുഫസ്സിരികൾ. ആ അക്ഷരങ്ങൾ ഖാഫ്, സ്വാദ്, യാസീൻ, അലിഫ്, ലാം എന്നൊക്കെ അക്ഷരങ്ങളാണ്. അലിഫ്, ലാം, മീം, സ്വാദ്, ഖാഫ്, യാ, സീൻ. പക്ഷെ ആ തുടക്കം അല്ലാഹു ഒരു സൂറത്തിൽ ആ ആയത്ത് ഒന്നാണ്. ഖാഫ് എന്ന് പറയുന്ന ആയത്താണ്. അലിഫ്, ലാം, മീം എന്ന് പറയുന്ന ഈ 3 അക്ഷരങ്ങൾ ഒരു ആയത്താണ്. പക്ഷെ അതിലുള്ള ആശയമെന്ത്, അർത്ഥമെന്ത് ഇത് നമ്മൾ പഠിക്കണം. എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് അല്ലാഹു തുടങ്ങിയത്? അതാണ് ലിയദ്ദബ്ബറു ആയാതി. വിശുദ്ധ ഖുർആൻ ഖതം തീർക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായി നമ്മൾ വിശുദ്ധ ഖുർആനിലുള്ള ഓരോ ആയത്തുകളും എടുത്ത് അതിൽ ഓരോ അക്ഷരത്തിന്റെയും ഉള്ളിലുള്ള ഉള്ളടക്കമെന്ത്, ആശയമെന്ത് എന്ന് പഠിക്കലാണ്. അതാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ. അല്ലാഹു പറയാ അതിനാണ് നിങ്ങൾക്ക് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ലുബ്ബുള്ള ആളുകൾ. അതിന്റെ ജംആണ്, ബഹുവചനമാണ് അൽബാബ് എന്ന്. ബുദ്ധിമാന്മാർക്ക് ചിന്തിക്കാൻ വേണ്ടി. അപ്പൊ ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? ഖുർആൻ പഠിക്കുന്നവർ, അതിനെക്കുറിച്ച് കുറ്റാലോചിക്കുന്ന ആളുകൾ. അല്ലാഹു പറയുന്നത് ലുബ്ബുകൾ ഉള്ള ആളുകളുടെ അടയാളം നമ്മൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ്. എന്താ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ? ബുദ്ധിയുള്ളവർ, ലുബ്ബുള്ളവർ. അപ്പോ അതിനാണ് മഹാനായ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ചില ആളുകൾ ഖുർആൻ പാരായണത്തെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഉൻസിലൽ ഖുർആനു ലിയഅമല ബിഹി ഫത്തഖദ അന്നാസു ഖിറാഅത. അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്, ആ ഖുർആനിൽ വരുന്ന ഓരോ ആയത്തുകൾ അല്ലാഹു എന്താണോ അവിടെ കൽപ്പിച്ചത് അതിനനുസരിച്ച് നമ്മൾ അമൽ ചെയ്യാൻ. എന്നാൽ ജനങ്ങൾ ഫത്തഖദ അന്നാസു ഖിറാഅത, എന്നാൽ ജനങ്ങൾ അധികം ആളുകൾ എന്താണ് ആ ഖുർആൻ എടുത്ത് ഓതാൻ മാത്രമേ അതിനെ അവർ എടുക്കാവൂ. അതിനല്ല ആ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് ജീവിതത്തിൽ അമലുകൾ, പ്രവർത്തനം നടത്താനാണ്. അതാണ് നമ്മുടെ കൽബുകൾ നന്നാകണം. നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഖുർആനുമായിട്ട് നല്ല ബന്ധം. സ്വാഹിബുൽ ഖുർആന്റെ ആളുകളാണ്. ഖുർആൻ ആയിരിക്കും നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്, ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആരായിരിക്കണം? അള്ളാഹുവിന്റെ ഖുർആനായിരിക്കും. നല്ല ചിന്തകൾ തരും നമുക്ക്. പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും ഖുർആനെ കുറിച്ചല്ല പറഞ്ഞില്ലേ? ശിഫ. എന്ത് രോഗമുണ്ടോ അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും വരുന്ന ഏത് അസുഖത്തിനും അധികം വരുന്നു. ഹുദയാണ്, സന്മാനഗ്രന്ഥമാണ്, ഫുർഖാനാണ്. സത്യമേതാണ് അസത്യമേതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഖുർആൻ പഠിച്ചാൽ മനസ്സിലാക്കാം. നൂറാണ്, വെളിച്ചമാണ്. ഖൽബിന് വേണ്ടത് വെളിച്ചമാണ്, പ്രകാശമാണ്. അല്ലാഹു ഖുർആൻ കുറിച്ച് പറയാം. ഇനി എന്താ? ഖുർആൻ ദിക്റാണ്. കുറേ ദിക്റുകൾ നമ്മൾ പഠിക്കേണ്ടത്. നിത്യജീവിതത്തിൽ ധാരാളം ചില ദിക്റുകൾ. ആ ദിക്റുകളൊക്കെ വെച്ചാൽ ഏറ്റവും ഒന്നാമത്തെ ദിക്ർ ഏതാ? ഖുർആൻ. ഖുർആൻ ഓതുന്നത് ദിക്റാണ്. ഫൽഖുറൂനി അസ്കുറുക്കും. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഓർക്കുക എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പൊ എപ്പോഴും അള്ളാഹിനെ ഓർക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും എന്നുള്ളത്. രണ്ടാമത്, നമ്മുടെ കൽബുകളിൽ നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി കൊണ്ടുവരേണ്ടതാണ് അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഈ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് നമ്മളത് പഠിക്കാൻ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആൽ ഇമ്രാൻ സൂറത്തിലെ
191 മുതൽ 200 ആയത്തുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ ചെല്ലേണ്ട ദിക്റുകളിൽ പെട്ടതാണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ബ്രഷ് ചെയ്യണ മുമ്പ് ചെല്ലേണ്ട 10 ആയത്തുകൾ. അതിൽ ഒന്നാമത്തെ ആയത്താണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. തുടക്കം തന്നെ അള്ള ഈ ലോകത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. രാവും പകലും മാറി മാറി വരുന്ന അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ ഉറ്റാലോചിക്കുക. അവിടെ അള്ള പറഞ്ഞു അവിടെ അള്ള പറഞ്ഞു ബുദ്ധിയുള്ളവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സ് കീഴ്പ്പെടുന്നത് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പിന്നെ അവൻ അല്ലാഹുവിനെ ഏത് അവസ്ഥയിലും ഓർത്തുകൊണ്ടേയിരിക്കും. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അവന്റെ പാർശ്വങ്ങൾ കൊണ്ടും ഒക്കെ കിടന്നുകൊണ്ട് നടത്തും. അതിന് മനസ്സിലാക്കാൻ കൊണ്ട് ഖുർആൻ ഓതാൻ. ചില ആളുകൾ നമ്മൾ കിടന്നിങ്ങനെ ഖുർആൻ ഓതും പറയാം, ഖുർആനോടുള്ള അദബാണ് ചെയ്യുന്നത്, അദബുകളാണ്, മര്യാദക്കേടാണ് ചെയ്യുന്നത്. ചില ആളുകൾ നമ്മളെ നസീഹത്ത് തരും. കിടന്നുകൊണ്ട് ഖുർആൻ ഓതാം. ഇതിന് തെളിവെന്താ? അവരുടെ പാർശ്വങ്ങൾ കൊണ്ട്. നമ്മൾ കിടക്കുന്നത് അവരുടെ പാർശ്വഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട്. അപ്പൊ ദിക്റേതാ? ഖുർആൻ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കും. എന്താ പറയാ? സുബ്ഹാനക, അല്ലാഹ് എത്രയോ പരിശുദ്ധൻ. ഫഖിനാ അദാബൻ നാർ, അപ്പൊ നരകത്തിലെ ശിക്ഷ എത്രമാത്രം ഉണ്ടാവും പറയും. നരകം ബോധ്യപ്പെടും. അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. ഇത് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ടാവില്ല. എപ്പോഴാണോ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റിരുന്നാൽ ദുആഉൽ ഇഫ്തിതാഹായി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവോട് നമ്മൾ ആദ്യം പറയുന്നത് അല്ലാഹ് അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ ഒക്കെ പറയുന്നുണ്ട്. നിത്യജീവിതത്തിലെ പ്രാർത്ഥന എടുത്തു നോക്കി നമുക്ക് എടുത്ത് മനസ്സിലാക്കാം. നമ്മൾ ഒരു ചെയ്യുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിരുന്നാൽ ചൊല്ലേണ്ട പ്രാർത്ഥന ഏതായിരുന്നു? അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. റസൂൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഓപ്ഷൻസ് അതൊക്കെ ഇതെല്ലാം ചെയ്യാം. പറ്റിയത് ഓതിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ റസൂൽ ഫർദ് നിസ്കാരത്തിൽ എന്തായിരുന്നു ചൊല്ലുന്നത്, റസൂൽ സുന്നത്തായ നിസ്കാരത്തിൽ എന്താണ് ചെയ്യുന്നത് പഠിക്കണം. നമ്മുടെ കയ്യിൽ പുസ്തകമുണ്ട്. ഈ മലയാളത്തിന്റെ ഉണ്ട്, അറബി മലയാളത്തിൽ പോലെ തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ അറബി അറിയാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹും അള്ളാഹും എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് ഒന്നും എക്സ്ക്യൂസ് പറയാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത്. പണ്ടുള്ള ആളുകൾക്ക് പല ഒഴിവുകളും ഒഴിവുകഴിവും അള്ളാഹിനോട് പറയും. ഇന്ന് നമുക്ക് അള്ളാഹിനോട് ഒന്നും പറയാൻ പറ്റില്ല. അള്ളാഹിന്റെ ദീൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ എമ്പാടുമുണ്ട്. ഖുർആൻ പഠിക്കാൻ, ദിക്ർ പഠിക്കാൻ, ഇനി നോക്കി വായിക്കാനുള്ള കേട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സമൂഹത്തിൽ ഏതൊക്കെ പരിമിതികളുള്ള അംഗപരിമിതികളുള്ള ആളുകളുണ്ടോ അവർക്കൊന്നും അള്ളാഹിനോട് എക്സ്ക്യൂസ് വരാൻ പറ്റില്ല. കാരണം അവർക്കൊക്കെ പറ്റാവുന്ന ഓപ്ഷൻസുകൾ ദീൻ പഠിക്കേണ്ട കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. നമുക്ക് അറിയാവുന്നതല്ലേ. കണ്ണു കാണാത്തവർക്ക്, കൈയില്ലാത്തവർക്ക്, രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾക്ക്, രോഗികൾക്ക്, മാരാരോഗങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന, വർഷങ്ങളോളം വീട്ടിൽ കിടക്കുന്ന ആളുകൾക്കൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. അവർക്കൊക്കെ അള്ളാഹ് ചോദിക്കും. കാരണം അള്ളാഹ് അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് അടുത്ത രോഗം ഇത്ര കാലം കിടക്കുന്നതൊക്കെ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാൻ അതൊരു എക്സ്ക്യൂസ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ കൽബുകൾ, ചിന്തകൾ ഉണ്ടാകാൻ അള്ളാഹ് സൃഷ്ടിച്ച ഈ സൃഷ്ടി മാഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം.
അതുകൊണ്ടാണ് നമ്മൾ ദിവസവും ഉറങ്ങെ എഴുന്നേറ്റാൽ വെട്ടി ഇരുന്നത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇത് പ്രാർത്ഥിച്ച ശേഷം കരയണമെന്നാണ്. ഇത് കരയാത്തവന്റെ നാശമെന്നാണ് ഇതിന്റെ വിശദീകരണത്തിൽ റസൂൽ തന്നെ പറഞ്ഞത്. ഈ ആയത്ത് ഓതിയിട്ട് ആരെങ്കിലും ഇതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞിട്ടില്ലെങ്കിൽ അവൻ വഴിയിലെന്ന് പറഞ്ഞു, നാശത്തെന്ന് പറഞ്ഞു. ഇതിന്റെ വിശദീകരണം റസൂൽ പഠിപ്പിച്ചില്ല, ഐഷമ്മയാണ് ഇത് നമുക്ക് പഠിപ്പിച്ചത്. ഈ ആയത്ത് ഓതിയിട്ട് ഈ ആലുംറാനിലെ 191 മുതലുള്ള 200 വരെയുള്ള ആയത്തുകൾ ഓതിയിട്ട് അവന് ഹൃദയം പൊട്ടിയിട്ടില്ലെങ്കിൽ അവൻ മുക്കിലല്ലാന്നാണ്, ഹൃദയം പൊട്ടി കരയണമെന്നാണ്, അല്ലാത്തവന് നാശം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാം. എന്തൊക്കെ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്നും ഇങ്ങനെ ഒത്തുനോക്കുക, മറ്റവർക്ക് എന്തൊക്കെ ആ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അള്ളാഹു പറഞ്ഞു, കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. നിങ്ങളുടെ മേൽ എന്റെ നിഅമത്തുകളാണ് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്തിന്? ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ എനിക്ക് വേണ്ടി കീഴ്പ്പെടാൻ വേണ്ടി. ഇസ്ലാം ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്നാണ് പറഞ്ഞത്. കുറച്ചൊക്കെ മുസ്ലിം ആവല്ല, ദീനിലേക്ക് നിങ്ങൾ മുഴുവനായിട്ട് പ്രവേശിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ചില ആളുകളുണ്ട് മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫ്, ഒരു തല്ലത്തിരുന്ന് അള്ളാഹിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് ദീനിൽ. അവൻ ദീന് പൂർത്തിയായിട്ടുണ്ടാവും, ഏത് അറ്റത്തിരുന്നിട്ട്. അള്ളാഹ് അത് സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത്. നമ്മൾ സൂറത്തുൽ ഹജ്ജ് പഠിക്കുന്ന ആളുകളാണ് തഫ്സീർ. അത് മുനാഫിക്കിന്റെ പിന്നെ ഉദാഹരണം പറയണം. മുനാഫിക്കിങ് അങ്ങനെയൊക്കെയാണ്. ദീന് പൂർണ്ണമായി പ്രവേശിക്കുന്നത് ദീനിന്റെ തലപ്പത്തേക്കാണ്. ദീനിൽ എന്തൊക്കെ കിട്ടാനുണ്ടോ അതൊക്കെ അവന് കാണാം. ദീനിൽ നിന്ന് വല്ലതും അവർക്ക് പരീക്ഷണം മറ്റേ ഉണ്ടായാലോ അത് അവൻ സഹിക്കില്ല. അപ്പോൾ ദീൻ വിട്ടു പോകും. അവരെ കുറിച്ചുള്ള ഉപമയ പറഞ്ഞു നിങ്ങൾ വേറെ പഠിക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കണം? പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ലാഹിറായിട്ടും ബാത്തിനായിട്ടും അള്ളാഹു എന്തൊക്കെ നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ടോ ആ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൽബുകൾ നന്നാവുമെന്നാണ്. പിന്നെ നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ വേറെ ഒന്നിനും ദുനിയാവ് ഇടപെടാതെ അള്ളാഹ് ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിനോടുള്ള ഹക്ക് തീരൂല. നമ്മൾ അങ്ങനെയൊക്കെ തിരിക്കുന്നതാണ്. ഞാൻ എന്തൊക്കെ ചെയ്യും, മറ്റോട് അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ രാത്രി മൂന്നരക്ക് എണീക്കും, ഖുർആൻ ഓതും, ദിക്ർ എടുക്കും, പറയുന്നില്ല. അവരുടെ മനസ്സിൽ തോന്നിയാൽ തന്നെ പോയി. അതാണ് ഉജ്ബുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ കുറിച്ച് ആലോചിക്കുക. ഞാനിപ്പോ സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളതെല്ലാം ഇവൻ വെറും താടി വെച്ചതൊക്കെ വെച്ചിട്ടുള്ളൂ, പക്ഷെ അവർ ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ആരെയും എന്ത് ചെയ്യണ്ട, പരിശോധിക്കണ്ട. ആരെയും ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി, വിധി നിർണ്ണയിക്കാൻ വേണ്ടി, വിധിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അല്ലാഹു പറഞ്ഞു ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ തഖാ. സൂറത്തുൽ നജ്മിലെ 32ാമത്തെ എടുത്തു നോക്കണം. ഫലാ തുസക്കു അൻഫുസകും എന്നാണ്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആത്മപ്രശംസ, ആരെ കുറിച്ച്? പുറത്തല്ല, നമ്മളെ കുറിച്ച്. ഞാൻ എപ്പോഴും ജമാഅത്തിൽ ഇയാളൊന്നും കാണിൽ പറയണ്ട. അല്ലാഹു പറയാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവൻ ആരാണെന്ന് അല്ലാഹുവേ അറിയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തു പറയണ്ട. മനസ്സിൽ തോന്നിയാൽ മതി സഹോദരങ്ങളെ സഹോദരിമാരെ. ഇതൊന്നും പുറത്തു പറയേണ്ട ആരോടും. എന്റെ അത്ര ജമാഅത്തിന് ആരാ വരാറുള്ളത്, എന്റെ അത്ര ഈ കാര്യങ്ങൾക്ക് ആരുണ്ടാവുക എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട. പുറത്ത് നാവുകൊണ്ടുകൂടി വിടണ്ട. മനസ്സിൽ തന്നെ ചിന്ത ഉണ്ടായാൽ പോയി നമ്മൾ. അതാണ് ഉജ്ബുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തിനോടുള്ള ആത്മപ്രശംസ. എന്റെ പോലെ സകാത്ത് കൊടുക്കുന്നവരാണ്, സ്വതക്ക കൊടുക്കുന്നവരാണ്, ദീനീ പ്രബോധന പ്രവർത്തനങ്ങളിൽ രാവും പകലും ഓടുന്നവനാരാണ്. അവരതിന് കിട്ടുന്നില്ല, എവരതിന് കിട്ടുന്നില്ല, മറ്റൊരതിന് കിട്ടുന്നില്ല. പരാതി പാടണ്ട, പരിശ്രമിക്കണം, നന്നായി പരിശ്രമിക്കണം. കാരണം നമ്മൾ ചോദിക്കുക, നിങ്ങൾ എത്തിച്ചു കൊടുത്തോ? എന്നാ പറയുന്നത്. എന്നിൽ ആയത്തുകൾ എത്തിച്ചു കൊടുക്കുന്നത്, അവരെ നന്നാക്കേണ്ടതും അവരെ ദീനിലേക്ക് കൊണ്ടുവരേണ്ടതൊക്കെ അവർക്ക് തൗഫീഖ് അല്ലാഹു കൊടുക്കണം. അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ. കുറെ കുത്തുബ കേൾക്കുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നുണ്ട്, ദർസ് കേൾക്കുന്നുണ്ട്, പക്ഷെ അവരിൽ നിന്നൊരു മാറ്റമില്ല. പക്ഷെ അവൻ വിളിച്ചു കൊണ്ടുവരണം. നമ്മളെ ക്ഷണം നിർത്തരുത്. നമ്മൾ എന്താണെങ്കിലും നമ്മൾ മുൻകൂട്ടി വിചാരിക്കേണ്ടത് അവനെന്താ അങ്ങനെ വരുന്നത്.
നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമികൾ കൊണ്ടുവരാൻ, ദീനിന്റെ മാർഗത്തിലേക്ക് അടുപ്പിക്കാൻ. അവന് കിട്ടിയില്ലെങ്കിൽ അത് അവനെ പഠിച്ചോൻ, നമ്മളൊക്കെ നോക്കിക്കല്ല നീ എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാന്റെ കലാമുമായി തദബ്ബുറും തഫക്കുറുമായി ചെയ്യുക. ഈ ലോകത്ത് സൃഷ്ടിച്ചുള്ള ഈ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കുക. അള്ളാഹ് തന്ന നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ അള്ളാഹ് എത്ര തന്നാലും അള്ളാഹുവിനുള്ള ഹക്ക് ഞാൻ വളരെ ദുർബലനാണ്. കാരണം ഒരു കണ്ണ് തന്നെ മതി. നമ്മൾ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കണ്ട. ഇപ്പൊ പറഞ്ഞില്ല, അത് വേറെ നമ്മൾ പഠിക്കേണ്ട കാര്യം. ഓരോ അനുഗ്രഹം കുറിച്ച് ആ കണ്ണിന്റെ വില തന്നെ മതി, വേറെ ഒന്നും നോക്കണം. ഇപ്പൊ കോടിക്കണക്കിന് റുപ്യ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാലും അത് നമ്മുടെ ശരീരത്തിൽ ഈ കണ്ണുണ്ടല്ലോ, ആ കണ്ണെന്ന് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതൊന്ന് കണ്ണടച്ചാൽ മതി, ഇപ്പൊ മനസ്സിലാവും. അത് നിത്യം കാണുമ്പോൾ എന്തൊക്കെ അവസ്ഥ. നമുക്ക് അടക്കാത്ത ഉറക്കൊക്കെ വരും. അത് കാലാകാലം അടഞ്ഞിടുവാണെങ്കിലോ കണ്ണ് കാണാത്തൊരവസ്ഥ ആണെങ്കിലോ അപ്പൊ അറിയാം. ബാക്കി എല്ലാം ഉണ്ട്, കളിച്ചല്ലോ. നമുക്ക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് സഹോദരൻ, നമ്മുടെ കൽബിന്റെ പ്രവർത്തനങ്ങൾ അത് നന്നാവണമെങ്കിൽ ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടാവും, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് നിങ്ങളെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ വരുമ്പോഴും പരീക്ഷണങ്ങൾ വരുമ്പോഴും അതിനൊക്കെ തടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമാണ് ദുആ എന്നുള്ളത്, പ്രാർത്ഥന എന്നുള്ളത്. ഒരു സത്യവിശ്വാസിയുടെ വജ്രായുധമാണ് പ്രാർത്ഥന. ചില പണ്ഡിതന്മാർ പറഞ്ഞു രോഗം വരുമ്പോൾ, മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിനൊക്കെ അതിന്റെ പരിഹാരമായി കാണുന്നുണ്ടോ, മരുന്നായി ചികിത്സയായി കാണും, അതിനേക്കാൾ ഏറ്റവും വലിയ ചികിത്സയാണ്, മരുന്നാണ് ആ ദുആയിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചോദിച്ചാൽ ഉടനെ നമുക്ക് ഉത്തരം കിട്ടണോ, മുസ്തജാബത്ത് കിട്ടണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഉ ദുആ, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന തീരുന്ന മുമ്പ് തന്നെ നമുക്ക് ഉത്തരം കിട്ടണോ? ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ മതി. എന്താണ്, ആർക്ക് വേണ്ടിയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളാഹിൽ ഗൈബി മുസ്തജാബത്ത്. ഒരാള് തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തെ, അവനവിടെ മുമ്പിലില്ല, അവൻ നമ്മളെ കാഴ്ച പരിധിയിൽ സ്ഥലത്തൊന്നുമില്ല, അവനെവിടെയാണ്, പക്ഷെ അവനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ? അതെന്താ പ്രാർത്ഥനയ്ക്ക് എന്താ ഫലം? മുസ്തജാബത്ത് എന്നാണ് പറഞ്ഞത്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരാള് നമ്മുടെ സ്ഥലത്തില്ലാത്ത ആളുകൾ ആർക്കും നാടുന്നില്ല, മുസ്ലിമായ സഹോദരൻ എവിടെ ജീവിക്കുന്ന ആളുകൾ ഇനിയോ ആ പ്രാർത്ഥന തീർന്നിട്ടില്ല. ആ പ്രാർത്ഥന തന്റെ സഹോദരന്റെ വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാൻ മലക്കുൽ മുഅക്കൽ, അവന്റെ തലയുടെ അടുത്തൊരു അള്ളാഹു പ്രത്യേക ഏൽപ്പിക്കപ്പെടുന്ന മലക്കുണ്ടാവും. ഇവങ്ങനെ തന്റെ സഹോദരന് വേണ്ടി അവൻ ഇങ്ങനെ കൈകൊണ്ടാവാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു അവന്റെ ആ തലവാക്ക് ഏൽപ്പിക്ക ആ മലക്ക് എന്തൊക്കെ അവർക്ക് ഹൈർ പ്രാർത്ഥിക്കും. ആമീൻ ആമീൻ ആമീൻ. തീർന്നില്ല, അടുത്ത വരെ ശ്രദ്ധിക്കേണ്ടത്. മലക്ക് വീണ്ടും പറയും നീ എന്തൊക്കെ നിന്റെ സഹോദരനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അതൊക്കെ നിനക്കുണ്ടാവട്ടെ. സഹോദരങ്ങളെ, ആരുടെ പ്രാർത്ഥന അറിയിക്കണം? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുടെ മുഖർറബീങ്ങളാണ് മലക്കുകൾ. മലക്കുകളുടെ പ്രാർത്ഥന ഒന്നും തട്ടൂല. അപ്പൊ നമ്മുടെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കും.
എപ്പോഴും നമുക്കറിയാം ഇപ്പോൾ പരീക്ഷണങ്ങൾ പലവിധത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പനി ബാധിച്ച ആളുകൾ മരിച്ചു പോകുന്നു, ചെറിയ ചെറിയ പനികൾ. അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണം കേട്ടോ, ഇന്ന ആൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് എന്തായിട്ടുണ്ട്, ഇന്ന ആൾക്ക് വലിയ മാരകമായ രോഗങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥിക്കണം. നമ്മളത് കേട്ട് ഇങ്ങനെ വായിച്ചു പോകരുത്. അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. എന്താ ഉണ്ടാവുക? മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അതാ വേണ്ടത്. നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന നമ്മുടെ ഒരു സഹോദരന്റെ മകൻ വിദ്യാർത്ഥിയാണ്, പ്രൊഫഷണൽ കോഴ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ പള്ളിയിലും ഈ മഹലിലുമായി സദാസമയം ഉണ്ടാകുന്ന ആ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ മകന് വളരെ ഗൗരവമുള്ള ഒരു രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് നിർണയിച്ചിട്ടുണ്ട്. നമുക്കത് ഏത് രോഗവും മാറ്റാൻ അല്ലാഹ് കഴിയും. അല്ലാഹ് ശാഫിയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ആ കുട്ടിയുടെ രോഗം പെട്ടെന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ആ ശാഫിയായ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. രോഗം മാറ്റി. അല്ലാഹ് ഓരോ ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ അതിനനുസരിച്ച് പഠിക്കണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹിന്റെ പേരുകൾ പഠിക്കുന്നത് പറഞ്ഞു. അപ്പൊ ആ ശാഫിയായ അല്ലാഹ് ഇന്ന ആളുടെ മകൻ കേട്ട് അബദ്ധയും അത് മലക്കുകൾ കേട്ട് മലക്കുകൾ നമുക്ക് ആമീൻ പറയും. അതുകൊണ്ട് പേരുകൾ പറയാതെ ഈ മിമ്പറ് നല്ല കാര്യമല്ല. അതുകൊണ്ട് ആ സഹോദരന്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് പേര് പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ആ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം. ഏത് രോഗമാണെങ്കിലും ചികിത്സയുണ്ട്. അള്ളാഹു ഏത് രോഗമൊക്കെ ഇതിനൊക്കെ ചികിത്സയുണ്ട്. എന്നാൽ ആ ചികിത്സിക്കുന്നതിന് ഏറ്റവും വലിയ ചികിത്സയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് മുസ്ലിമിന്റെ ഈ മുഅ്മിനിന്റെ രക്ഷാകവചമാണ്, വജ്രായുധമാണ്. അതുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. ആ രോഗങ്ങൾ പെട്ടെന്ന് മാറ്റിക്കൊടുത്ത ആ കുടുംബത്തിന് സമാധാനവും ശക്തിയും അതുപോലെ തന്നെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവും, പരീക്ഷണങ്ങളാവുമ്പോൾ. അതുപോലെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ അതിനു വേണ്ടി പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ബാധിച്ചിട്ടുള്ള രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിനുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന് പോയിട്ട് ചെറുതും വലുതുമായ മുഴുവൻ ഭാഗങ്ങൾ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين من المسلمين وقض الدين عن المدينين يا أرحم الراحمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب